വെൽക്കം ബാക്ക്. വോയിസ് മീറ്ററിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് വോയിസ് മീറ്ററിനെ കുറിച്ചുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ ഒരു സീസണിലുള്ള ലാസ്റ്റത്തെ ഒരു വീഡിയോ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വോയിസ് മീറ്ററിനകത്ത് അഡ്വാൻസ് ഇക്യൂ ചെയ്യണത് എങ്ങനെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് വോയിസ് മീറ്ററിനകത്ത് ബേസിക് ഇക്യൂ, അതായത് വോയിസ് മീറ്ററിന്റെ ഉള്ളിൽ ഒരു ഇക്വലൈസർ സെറ്റിംഗ്സ് ഉണ്ട്, അത് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. ആ വീഡിയോ കാണാത്ത ആൾക്കാർ മുകളിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളത് പോയി വാച്ച് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു അഡീഷണൽ ആയിട്ട് രണ്ടോ മൂന്നോ പ്ലഗിൻസ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ വോയിസ് മീറ്ററിനകത്തുള്ള മൈക്കിന്റെ ഇൻപുട്ട് ബെറ്റർ ആക്കാം. അതായത് നല്ല രീതിയിൽ നമുക്ക് ഈക്ക് ചെയ്യാം, നോയ്സ് എങ്ങനെ ക്യാൻസൽ ചെയ്യാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയങ്ങൾ വീഡിയോയിലോട്ട് എടുക്കാം. ഇതാണ് വോയിസ് മീറ്ററിന്റെ ഇൻപുട്ട്. വോയിസ് മീറ്റർ ഇൻപുട്ടിന് ഞാൻ ഇവിടെ ഫസ്റ്റത്തെ ഹാർഡ്വെയർ ഇൻപുട്ട് 1 മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ B2 കോൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ മൈക്ക് ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഈ B2 റൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ B2 എന്ന് പറയുന്ന മിക്സ് യൂണിറ്റിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോർമൽ EQ ആണെങ്കിൽ നമുക്ക് ഇവിടെ EQ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, EQ ചെയ്യാം. ഈ EQ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല, അഡ്വാൻസ് ആയിട്ട് കുറേയും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈക്വി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സെപ്പറേറ്റ് ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആണ്. ഞാൻ സൈറ്റ് എടുക്കാം. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പേര്. Cantabile എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. എനിക്ക് ഇതിൻ്റെ ആക്ച്വൽ ഒരു നെയിം പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. Cantabile എന്നാണ് ഞാൻ വായിച്ചത്. Cantabile എന്നാണ് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇത് ഫ്രീ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡൗൺലോഡ് Cantabile. ലൈസൻസിനെ കുറിച്ച് ഇവിടെയാണ് പറയണത്. ഫ്രീ ആണ്, നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു ചോദിക്കും. നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഇമെയിൽ അഡ്രസ്സിലോട്ട് ഈ ഒരു വേഷൻ്റെ, ഈ ലൈറ്റ് വേഷൻ്റെ പ്രൊഡക്റ്റ് കീ ഒരു ഇമെയിൽ ചെയ്ത് തരും. ആ ഇമെയിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, കീ എടുക്കുക, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ പേസ്റ്റ് ചെയ്യുക. കഴിഞ്ഞില്ല, നമുക്ക് ഇനി ഒരു പ്ലഗിനും കൂടി വേണം. VST പ്ലഗിൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. VST പ്ലഗിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് VST പ്ലഗിൻ കിട്ടും. ഞാനത് ഉപയോഗിക്കുന്നത് കുറച്ച് പ്ലഗിനുകളാണ്. VST എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വിർച്വൽ സോഫ്റ്റ്വെയർ ടെക്നോളജി എന്നുള്ളതാണ് VSTയുടെ ഫുൾ ഫോം വന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന കുറച്ച് പ്ലഗിനാണ്. ഞാൻ റീപ്പർ എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിൽ കയറാം. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഒരു ലിങ്കിൽ കയറിയതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് റീപ്ലക്സ് BST വേർഷൻ 2.36 32 ആണെങ്കിൽ 32, 64 ആണെങ്കിൽ 64. ഇതിപ്പോൾ നിങ്ങളുടെ സിസ്റ്റം എങ്ങനെയാണ്, 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാർട്ടിൽ വരാം, ഇൻഫോ ടൈപ്പ് ചെയ്യുക. അപ്പോൾ സിസ്റ്റം ഇൻഫോർമേഷൻ്റെ ഒരു ഇത് വരും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ഇവിടെ നിങ്ങളുടെ സിസ്റ്റം ബേസ് ടൈപ്പ് കിടപ്പുണ്ടാവും. ഇതിനകത്ത് X64, ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റം 64 ബിറ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വേണ്ടത് ഇവിടെ 64 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഫ്രീ ആണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. 1.1 MB ഉള്ളൂ, ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ, അതായത് ഉൾപ്പെട്ടിരിക്കുന്ന പ്ലഗിന് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള, അതായത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു പാക്കറ്റിൽ ഉള്ള പ്ലഗിനുകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഈ പ്ലഗിനുകൾ. ഈ പ്ലഗിൻസ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ. അത് എവിടെയെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ OBSന്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലത്തെ പ്ലഗിൻസ് യൂസ് ചെയ്യാൻ പറ്റും. OBSന്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇത് കണ്ടു കാണാൻ സാധ്യതയുണ്ട്. അവരുടെ PC ഓൾറെഡി അത് ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അപ്പോൾ ഇല്ലാത്ത ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ പ്ലഗിൻസ് എന്ന് പറയുന്നത്. ഇത്രയും പ്ലഗിനുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം നമ്മുടെ പ്ലഗിൻസ്. പിന്നെ നമുക്ക് എല്ലാ പ്ലഗിനും വേണ്ട, വളരെ കുറച്ച് പ്ലഗിൻസ് മതി. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ Cantabile ഈ സോഫ്റ്റ്വെയർ, എൻ്റെ പ്രൊനൗൺസിയേഷൻ കുറച്ച് പാടാണ്, ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഓൾറെഡി ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സിലോട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കീ അയച്ചു തരും. നിങ്ങൾ ആ കീ എടുക്കുക, സോഫ്റ്റ്വെയറിൽ കീ ചോദിക്കുന്ന സമയത്ത് ആ കീ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, പ്രൊസീഡ് ചെയ്യുക. അത്രേ ഉള്ളൂ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും. ഇപ്പം ആക്ച്വലി ഇതൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഞാൻ റിമൂവ് ചെയ്യാനല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലഗിന് വരുന്നത്. അത് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവില്ല, ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ്. അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ പ്ലഗിനകത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഇൻ്റർഫേസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത്, നിങ്ങൾക്കിത് ഇങ്ങനെ ആയിരിക്കും വരാം.
ജസ്റ്റ് മുകളിൽ വന്നിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് ഇൻ്റർഫേസ് ആണ് എളുപ്പം എന്ന് വെച്ചാൽ ആ ഇൻ്റർഫേസ് യൂസ് ചെയ്യാം. എനിക്ക് കൂടുതൽ എളുപ്പം ഈ ഒരു ഇൻ്റർഫേസ് ആയിട്ട് എനിക്ക് തോന്നി. ഇത് കുറച്ച് കാണുമ്പോൾ തന്നെ എന്തോ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള പോലെ തോന്നും. ഇത് കുറച്ചും കൂടി ഈസിയാണ്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ കൺട്രോൾ ടൂൾസിലും അതിരുന്നതിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുത്തതിന് ശേഷം ഓൾറെഡി ഈ ഓഡിയോ എഞ്ചിൻ എടുക്കുക. ഓഡിയോ എഞ്ചിനിൽ വന്നിട്ട് ഈ വോയിസ് മീറ്ററിൻ്റെ ഈ ഒരു ഇതാണ് വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് കൊടുക്കണം. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചോദിക്കുകയാണെങ്കിൽ, അത് ന്യൂ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചോദിക്കുന്നത്. ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് ASIO വോയിസ് മീറ്റർ ഇൻസെർട്ട് വെർച്വൽ ASIO എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സാമ്പിൾ റേറ്റ് അല്ല, നമ്മുടെ ഇതിനകത്ത് നമ്മുടെ വോയിസ് മീറ്ററിനകത്ത് ഏതാണ് സാമ്പിൾ റേറ്റ് നോക്കാം. ഇതെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പിൾ റേറ്റും കാര്യങ്ങളൊക്കെ കൂടെ കാണിച്ചിട്ടുണ്ടാകും. 48 Hz 24 ബിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട്. 24 ബിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് വന്നത്. അപ്പോൾ അതേതാണെന്ന് വെച്ചാൽ അത് കാണിച്ചു കൊടുക്കാം. അപ്പം ഞാനത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2048 ബഫ് റേറ്റ് എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാം. ബഫ് റേറ്റ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ബഫ് റേറ്റ് ഇവിടെ എവിടെ കിടപ്പുണ്ട് ജസ്റ്റ് നോക്കാം. ബഫ് റേറ്റ് എത്രയെന്ന് വെച്ചാൽ ഇവിടെ 2048 2 ചാനൽ കിടപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പ്ലഗിൻ ഉണ്ട്. ഈ പ്ലഗിനിൽ ആഡ് ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസ് കൊടുക്കുക. എവിടെയാണ് പ്ലഗ് എന്നുള്ളത് ലൊക്കേഷൻ, അതായത് നിങ്ങൾ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടാവും. ആ ലൊക്കേഷൻ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അങ്ങനെ കാണിച്ചു കൊടുത്ത് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ 3 ടൈപ്പ് പ്ലഗിനാണ് ഇൻസ്റ്റാൾ ചെയ്തത്. VST2 ഉണ്ട്, VST3 ഉണ്ട്. അതന്നെ VST പ്ലഗിൻസ് എന്ന് വേറൊരു ഫോൾഡറിലും ഞാനൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഓവർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്ലസ് ഐക്കൺസ് കാണും. കണ്ടോ, പ്ലസ് ഐക്കൺസ് ആണ്. ജസ്റ്റ് മൗസ് ഇങ്ങനെ ഓവർ ചെയ്താൽ മതി, പ്ലസ് ഐക്കൺസ് കാണും. ഇപ്പം ജസ്റ്റ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്ലഗിനാണെന്ന് പറയാം. നമുക്ക് ആദ്യം വേണ്ടത് റീഫെയർ എന്ന് പറഞ്ഞ ഈ പ്ലഗിനാണ്. അപ്പോൾ ഈ പ്ലഗിൻ നിങ്ങൾ എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ പ്ലഗിൻ വന്നിട്ടുണ്ടാവും. ഈ പ്ലഗിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ പ്ലഗിന് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വോയിസ് മീറ്ററിനകത്ത് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഇതിനകത്തോട്ട് കട്ട് ചെയ്ത് കളയാനാണ്. അതായത് നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ വന്ന ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് കട്ട് ചെയ്ത് കളയാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ പ്ലഗിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ വോയിസ് ഒന്നും ഇവിടെ പിക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഒരു വോയിസും കിട്ടുന്നില്ല. പിന്നെ വോയിസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ വാല്യൂസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഓൾറെഡി ഞാനത് സെറ്റ് ചെയ്ത് ഇട്ടുകൊണ്ട് വന്നേക്കണ ഒരു ഇതാണ്. എൻ്റെ വോയിസസ് ഒന്നും പിക്ക് ചെയ്യുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വോയിസസ് ഒന്നും എടുക്കുന്നത് ഇവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. എൻ്റെ മൈക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തോട്ടൊന്നും വന്നിട്ടില്ല. ഇത് വരാൻ വേണ്ടിയിട്ട് എൻ്റെ മൈക്ക് ഇവിടെ കണക്ട് ചെയ്തു. ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വോയിസസ് പിക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വോയിസ് പിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വോയിസ് പിക്ക് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ വോയിസ് മീറ്ററിനകത്ത് എനിക്ക് ഞാൻ ഈ സംസാരിക്കുന്നത് ഇതൊരു സോഫ്റ്റ്വെയറും വോയിസ് മീറ്റർ ബനാന വേറൊരു സെപ്പറേറ്റ് സോഫ്റ്റ്വെയറായിട്ട് മാത്രമേ ഇവർ കാണും. അപ്പോൾ ഈ വോയിസ് മീറ്ററായിട്ട് ഇനി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വോയിസ് മീറ്ററിൻ്റെ സെറ്റിങ്സ് എടുക്കുക, സിസ്റ്റം സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം വോയിസ് മീറ്ററിൻ്റെ ഈ ഒരു സെക്ഷൻ, ഏറ്റവും അടിയിൽ ഈ ഒരു സെക്ഷൻ, അത് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഹാഡർ ഇൻപുട്ട് 1 ആണ് മൈക്ക് കണക്ട് ചെയ്തേക്കണമെന്നുള്ളതുകൊണ്ട് ഇവിടെ ഇന്ന് ലെഫ്റ്റും റൈറ്റും ഞാൻ എനേബിൾ ചെയ്യാം. ഇപ്പോൾ ഓട്ടോമാറ്റിക് എൻ്റെ മൈക്കിൻ്റെ പിക്കിംഗ് റേറ്റ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് കുറയാൻ കാരണം ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു ചാനലിലൂടെ കയറിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചാനലിന് ഞാൻ ഔട്ട് കൊടുത്തിട്ടില്ല. സ്പീക്കർ ഇതിനകത്തോട്ട് ഔട്ട് കൊടുക്കണം. ഞാൻ ജസ്റ്റ് വോയിസ് മീറ്റർ ഓണാക്കുക. എൻ്റെ മൈക്ക് ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് സ്റ്റീരി ഔട്ടിന് എടുത്തിട്ട് ഇതിനകത്തോട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മൈക്ക് ഇവിടെ പിക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത് വെച്ചാൽ, ആക്ച്വലി ഞാൻ ഈ ഓഡിയോപരമായിട്ടുള്ള ഒരു ഇത് ഞാൻ പ്ലഗിനെ കുറിച്ചും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഓഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കേട്ട് നോക്കാനായിട്ട് നമ്മൾ മുന്നേ ഇക്വലൈസർ സെറ്റ് ചെയ്തതുപോലെ തന്നെയുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ A1 എനേബിൾ ചെയ്തിട്ട് ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയണത് നമുക്ക് തന്നെ കേൾക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യണത് ഞാൻ. ആക്ച്വലി ഈ ഒരു മെത്തേഡ് നല്ല മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ കേൾക്കാൻ പറ്റും.
ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്ലഗിൻ ആണ്. ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കാണിക്കും. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്തോരം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നും മിണ്ടാതിരുന്നു ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്തോരം ഉണ്ടെന്ന് ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്ത് തരും. ആ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി ബിൽഡ് നോയ്സ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടൺ ടിക്ക് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ സംസാരിക്കാതിരിക്കാൻ. ഇപ്പം ഞാൻ ജസ്റ്റ് ടിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാതിരിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പം ഈ റെഡ് ലൈൻ കാണുന്നതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇനി സംസാരിക്കാതിരുന്നു കഴിഞ്ഞാലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവില്ല. ഉണ്ടോ? ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അവർ കട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇത് ഹെഡ്സെറ്റ് വെച്ച് വെരിഫൈ ചെയ്യുക കറക്റ്റ് ആണോ ഇല്ല എന്നറിയാനായിട്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമ്മൾ മുന്നേ ഇക്വലൈസറിൽ നമ്മൾ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അത് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പ്ലഗിൻ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇവർ തന്നെ സെറ്റ് ചെയ്ത് തരും ഈ ഒരു മെത്തേഡിൽ. അതിനുശേഷം നിങ്ങൾ അടുത്ത സോഫ്റ്റ്വെയർ അടുത്ത പ്ലഗിൻ ഇപ്പോൾ ജസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഗ്രീൻ കളർ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ബ്ലൂ കളർ ആവും. ജസ്റ്റ് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഡിലീറ്റ് ആയി പോകും. അങ്ങനെയാണ് ഇത് ഡിലീറ്റ് ചെയ്യേണ്ടത്. അടുത്തത് ഒരു പ്ലഗിൻ, നിങ്ങൾ ഈ പ്ലഗിൻ്റെ പേര് നോക്കട്ടോ. റീഫയർ FAI. ഇവിടെ പ്ലഗിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ പ്ലഗിൻ്റെ പേര്. ഞാൻ പ്ലഗിൻ്റെ പേര് നേരത്തെ പറയാൻ മറന്നുപോയി. അതിനുശേഷം അടുത്ത സോഫ്റ്റ്വെയർ അടുത്ത പ്ലഗിൻ. ഈ അടുത്ത പ്ലഗിൻ ഇത് നമ്മൾ ഇനിയിപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിനെ എടുത്തിട്ട് ഇതിൻ്റെ സ്റ്റീരിയോ ഇന്നിലോട്ട് കൊടുക്കാം. അതായത് നെക്സ്റ്റ് പ്ലഗിൻ്റെ സ്റ്റീരിയോ ഇന്നിലോട്ട് കൊടുക്കാം. അതിനുശേഷം ഈ പ്ലഗിൻ്റെ സ്റ്റീരിയോ ഔട്ടിനെ എടുത്തിട്ട് നമ്മുടെ മെയിൻ ഔട്ടിലോട്ട് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ടാവും പരസ്പരം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം ഇങ്ങനെ കണക്റ്റ് ആയിട്ടുണ്ടാവും. ഈ പ്ലഗിൻ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മുടെ വോയിസിൻ്റെ ലെവലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗെയിനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾ വാല്യൂസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വെക്കാം. ഇല്ലെങ്കിൽ ആ പ്ലഗിൻ ജസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഡിലീറ്റ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് പൊക്കോളും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്ലഗിൻ കോൺഫിഗർ ചെയ്തിട്ടുള്ള ഒരു രീതി ഇതാണ്. അപ്പോൾ അടുത്തൊരു പ്ലഗിൻ ഇതിൻ്റെ ഓർഡറെല്ലാം നിങ്ങൾ തന്നെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇത് ചെക്ക് ചെയ്താണ് നോക്കുന്നത്. ഞാൻ ഓരോന്ന് കണക്ട് ചെയ്യുന്ന അനുസരിച്ച് എൻ്റെ വോയിസിനകത്ത് അവിടെ വേരിയേഷൻസും കാര്യമെല്ലാം വന്നിട്ടുണ്ടാകും. ഈ ഒരു പ്ലഗിനാണ്. ഈ പ്ലഗിൻ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓരോ തവണ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ വോയിസ് മീറ്ററിൽ വന്നതിന് ശേഷം ഇവിടെ A1 എനേബിൾ ചെയ്തിട്ട് നിങ്ങളുടെ വോയിസ് എങ്ങനെയാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് മാത്രം ഈ വാല്യൂസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുക. ഇപ്പം ഇതിൻ്റെ പേര് റീഗേറ്റ് എന്നൊരു പ്ലഗിനാണിത്. റീഗേറ്റ് എന്നൊരു പ്ലഗിൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് വാല്യൂസ് ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ലോ പാസും കാര്യങ്ങളൊക്കെ ഞാൻ ലോ പാസും ഹൈ പാസും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വാല്യൂസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്ത ഒരു പ്ലഗിൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡലോൺ 1 റീകോംബ് സ്റ്റാൻഡലോൺ 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലഗിനാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് നോക്കാം. ഇതിൻ്റെ സ്റ്റീരിയോ ഔട്ട്പുട്ടിനെ എടുത്തിട്ട് ഇനി കൊടുക്കുക. അടുത്തത് ഇവിടെ കൊടുക്കാം. ഇപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതും കണക്റ്റായി. ഇതിൻ്റെ വാല്യൂസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നതനുസരിച്ച് വാല്യൂസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനകത്തും കുറച്ച് വാല്യൂസ് ഒക്കെ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ലോ പാസും ഹൈ പാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ സൗണ്ടിൽ നല്ല വേരിയേഷൻസ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഈ പ്ലഗിൻസ് യൂസ് ചെയ്യണത്. കാരണം ഈ പ്ലഗിന് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാര്യം നിങ്ങൾ തന്നെ നോക്കി ചെക്ക് ചെയ്ത് കേട്ട് നോക്കിയിട്ട് സൗണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഒരു രീതിയിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ കാൻറ്റബിളി എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മുടെ വോയിസ് മീറ്ററിൻ്റെ ഇക്വലൈസർ സെറ്റ് ചെയ്യണത്. ഇത് നല്ല രീതിയിൽ തന്നെ നല്ല അഡ്വാൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇക്വലൈസർ സെറ്റ് ചെയ്യാൻ പറ്റും. കാൻറ്റബിൾ എന്ന് പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് VST പ്ലഗിൻസ് കിട്ടും. നിങ്ങൾ അതിൽ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ഫ്രീ VST പ്ലഗിൻ അടിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പ് VST പ്ലഗിൻ കിട്ടും. ഓരോ പ്ലഗിനും ഓരോ രീതിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. വോയിസിൻ്റെ മോഡുലേഷൻസും കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റും. എങ്ങനെയാണ് നമുക്കിത് സേവ് ചെയ്യണമെന്ന് നോക്കാം. സേവ് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ഒരു സോങ് അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഫയലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫയൽ സേവ് ചെയ്യണ അതേ മെത്തേഡ് തന്നെയാണ്. സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇവിടെ ഫയലിൽ വരാം. നിങ്ങൾ സേവ് സോങ് അടിക്കുക.
അല്ലെങ്കിൽ ജസ്റ്റ് സേവ് പ്രസ് ചെയ്യുക. സേവ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സേവ് ചെയ്യാനുള്ള ആ ഒരു ഇത് ഓപ്പണായി വരും. ഞാൻ എൻ്റെ ഫയൽ ഇവിടെ ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ സേവ് ബസ് കൊടുത്താണ് അത് ഈ ഒരു ലൊക്കേഷനിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രീമിലോട്ട് കാൻറ്റബിൾ സോങ് നമ്മുടെ ഈ ഒരു ലൊക്കേഷനാണിത്. ഈ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കോപ്പി എടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഫയൽ ലൊക്കേഷൻ എടുക്കുക, അല്ല ഫയൽ എടുക്കുക, അതിനകത്ത് വന്നിട്ട് സോങ് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഇത് കിടപ്പുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ കോപ്പി ചെയ്ത ആ ലൊക്കേഷൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ആ ഫയൽ കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ നിങ്ങൾ സേവ് ചെയ്ത ഫയൽ ഇവിടെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. നിങ്ങൾ വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനുള്ള ഇത് ഡിഫോൾട്ടാണ്. ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത തവണ ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നിങ്ങൾ കാണിച്ചു കൊടുത്തിരിക്കുന്ന നിങ്ങൾ ചെയ്ത ഈ വർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തൊരു ഓപ്പൺ ആയി വരും. അതല്ലാതെ നിങ്ങൾ ഓരോ തവണ ജസ്റ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയലിൽ ഓപ്പൺ കൊടുത്തതിന് ശേഷം ഈ ഒരു ലൊക്കേഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ഒരു സേവ് ചെയ്തേക്കുന്ന ഫയൽ ഓട്ടോമാറ്റിക്കലി ഇതിനകത്തോട്ട് ലോഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവണം. കാരണം നമ്മൾ ഓരോ സമയവും കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കാതെ ഓട്ടോമാറ്റിക്കലി ഓൺ ആയി വരണം. കാരണം നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഓരോ തവണ സെപ്പറേറ്റ് ഓൺ ആക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ സ്റ്റാർട്ടപ്പിൽ നമുക്ക് ഓൺ ആക്കണം. അങ്ങനെ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടപ്പിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് നമ്മുടെ വിൻഡോസിൽ വരാം. എന്നിട്ട് ടാസ്ക് ഷെഡ്യൂളർ എന്ന് പറഞ്ഞത് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ടാസ്ക് ഷെഡ്യൂളർ ക്ലിക്ക് ചെയ്യുക. ടാസ്ക് ഷെഡ്യൂളർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന ടാസ്കുകളെ കൂടെ കാണിക്കും. സ്റ്റാർട്ടപ്പിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കുകളെ കൂടെ കാണിക്കും. അത് കൂടാതെ ഇവിടെ ക്രിയേറ്റ് ബേസിക് ടാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതെ ഇങ്ങനൊരു മെനു വരും. ഇതിനകത്ത് നിങ്ങൾക്കൊരു ഒരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഡെമോ എന്ന് കൊടുക്കാം. ഡെമോന്ന് ഒരു ടാസ്ക് കൊടുത്തിട്ട് ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ഇപ്പോൾ ഡെയിലി റൺ ചെയ്യണോ വീക്ക്ലി ആണോ. അപ്പം നമുക്ക് കൂടെ അവിടെ കിടക്കുന്നുണ്ട് എന്താ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് റൺ ചെയ്യണമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് അടിക്കുമ്പോൾ സ്റ്റാർട്ട് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ട് എ പ്രോഗ്രാം, ഇപ്പോൾ സെൻഡ് ഇമെയിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് എ പ്രോഗ്രാം, നമുക്കൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണേണ്ടത് നമുക്ക് സ്റ്റാർട്ട് എ പ്രോഗ്രാം കൊടുക്കാം. നെക്സ്റ്റ് അടിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നു ഏതാണ് ആ ആപ്ലിക്കേഷൻ. ഇങ്ങനൊരു മെനു വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ കാൻഡിബിൾ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഓൺ ആക്കാം. നമ്മുടെ കാൻഡിബിൾ സോഫ്റ്റ്വെയർ ഇതാണ്. ഓണാക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഈ ഒരു സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക് ഓപ്പണായി വന്നിട്ടുണ്ട്. ജസ്റ്റ് എടുക്കുക. ഇതാണ് നമ്മുടെ ഫയൽ. ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുക്കുക. ഫയൽ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് വരും. ഈ ഷോർട്ട് കട്ടിന് നിങ്ങൾ പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ ടാർഗറ്റ് ലൊക്കേഷൻ കിടപ്പുണ്ട്. ഏതാണ് സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൊക്കേഷൻ, പിന്നെ അതിൻ്റെ ആ ഫയൽ എക്സ്റ്റൻഷൻ കിടക്കുന്നുണ്ട് cantabile.exe. ഇതെടുക്കുക, കോപ്പി എടുക്കുക. ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഫയൽ ലൊക്കേഷനിൽ ഞാനത് ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ കിടക്കണമെന്ന് വെച്ചാൽ ആ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അടിച്ച് ചെയ്യുമ്പോൾ പേര് ഒന്നും കൂടി അവർ ചോദിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫിനിഷ് കൊടുക്കാം. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ് റൺ ചെയ്യും. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ എപ്പോഴും നമ്മൾ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയാലും ഈ ഒരു സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി കിടക്കും. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പിൽ ഈ ഒരു സോഫ്റ്റ്വെയർ കോൺഫിഗർ ചെയ്യുക. ഇത് ഈ ഒരു സോഫ്റ്റ്വെയർ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയറും സ്റ്റാർട്ടപ്പിൽ റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു ബൈ.